ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഒരു ടേബിൾ മേക്ക് ഓവറാണ്. ക്രിസ്മസ് ആയിട്ട് ടേബിളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഞാൻ കുറച്ചല്ല, ഒരു 10-15 ദിവസമായിട്ട് ഈ ക്രിസ്മസ് ക്രാഫ്റ്റ് സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ വെച്ചിട്ടൊരു ടേബിൾ മേക്ക് ഓവർ അത്രയും ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പിന്നെ ഫസ്റ്റായിട്ട് ഞാൻ ഈ ഒരു ഓർഗനൈസറാണ് ചെയ്തത്. ഇതിൻ്റെ വീഡിയോ ഞാനിതൊരു പോസ്റ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഈ റോളർ വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്തെടുക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ ഈ A4 ഷീറ്റിൻ്റെ വൈറ്റും റെഡൊക്കെ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. പിന്നെ ഞാൻ റീലായിട്ടും ഷോർട്ട്സായിട്ടും ഇട്ട ഈ സാൻഡ, അതുപോലെ ട്രീ, ഹൗസ്, പെൻ ഹോൾഡർ, ടിഷ്യൂ ഹോൾഡർ, പിന്നെ ആ ക്യാൻഡിൽ ജാർ, ഇതിൻ്റെ ഒക്കെ ഷോർട്സും റീൽസും ഞാൻ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോയിലിട്ട് ലാഗ് അടുപ്പിക്കണമെന്ന് വിചാരിച്ചു. പിന്നെ സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇതിൻ്റെ വീഡിയോസ് ഒന്നുമില്ല. ഞാൻ പോസ്റ്റ് ചെയ്ത പാട് ഡിലീറ്റ് ചെയ്യും. കാരണം ഫോണിലൊന്നാമത് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് വെറുതെ ഇടങ്ങാറാവും. നമുക്ക് പിന്നെ പുതിയ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വേഗം ഡിലീറ്റ് ചെയ്യാറ്. നമ്മൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ എന്തായാലും സേഫായിട്ട് അവിടെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാറാണ് പതിവ്. പിന്നെ ആ ഡിലീറ്റ് ചെയ്യാത്ത 2 വീഡിയോസ് ഉണ്ടായിരുന്നു, അതുമാത്രം ഞാനിതിൽ ആഡ് ചെയ്യുന്നത്. ഒന്നാമത്തേത് ഈ സ്റ്റാറിൻ്റെ വീഡിയോ ആണ്. അത് ഇന്ന് രാവിലെ ഞാൻ പോസ്റ്റ് ചെയ്തതാണ്, സ്റ്റാറിൻ്റെ വീഡിയോ. അപ്പോൾ അതെൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം സ്റ്റാർ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്റ്റാറാണ്. ഈ സ്റ്റാർ നമ്മുടെ പിൻട്രസ്റ്റിൽ കയറിയിട്ട് ക്രിസ്മസ് ക്രാഫ്റ്റ്സ് ഒക്കെ നോക്കുന്നേരം അധികം സ്റ്റാർസ് ഉണ്ടാവാൻ. അപ്പോൾ ഒരു സ്റ്റാർ ഞാൻ ഇതിന് മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, വലിയ സ്റ്റാർ. അപ്പം വീണ്ടും പുതിയ മോഡൽ കാണുമ്പം ഓരോന്ന് ഉണ്ടാക്കി നോക്കണം തോന്നും. അതുപോലെ യൂട്യൂബിലും ഞാൻ കുറേ മോഡൽസ് കണ്ടു, ഈ കട്ട് ചെയ്തിട്ട് ഓരോ മോഡലാക്കുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഓൾറെഡി കുറേ ഡിസൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് അതൊക്കെ തന്നെ ചെയ്തു. പിന്നെ സ്റ്റാർ എനിക്ക് ഒന്നും കൂടി ചെയ്യണമെന്ന് തോന്നിയപ്പം ഈ സ്റ്റാർ സിമ്പിളായിട്ട് പെട്ടെന്ന് കഴിയുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ സ്റ്റാർ എന്ന രീതിയിൽ ചെയ്തതാണ്. അറേഞ്ച് ചെയ്യുന്നതെന്ന് കണ്ടപ്പം പിന്നെ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ ടബിൽ വെക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അതൊരു ഹാങ്ങിങ് പോലെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് ജസ്റ്റ് ബാക്കിൽ ഇതുപോലൊരു നൂല് വെച്ച് സെലട്ടപ്പ് വെച്ച് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ 3 സ്റ്റാറിനും. എന്നിട്ടൊരു സ്റ്റിക്ക്, നമ്മുടെ കബാബ് സ്റ്റിക്കില്ലേ, അതിലേക്ക് ഞാൻ ഇതിന് 3നെയും ഒന്ന് കെട്ടിക്കൊടുത്തിട്ട് സൈഡിൽ നമ്മളെ വോളിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന റീത്ത്, അതുപോലെ ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഒരു സാൻഡ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റിൽ. അപ്പം ചെറിയൊരു കുഞ്ഞ് സാൻഡ, അതിന് 2നെ ഈ ഓപ്പോസിറ്റ് വാളിലേക്ക് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ഹാങ്ങിങ് കൂടിയും ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ ചെയ്ത് വെച്ച സാധനങ്ങൾ മുഴുവനായിട്ട് ടേബിളിൽ വെച്ചാൽ ഭയങ്കര ബോറാവും. ഇതന്നെ കുറച്ച് ഓവറായി എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടിയിട്ടൊരു ഹാങ്ങിങ് കൂടി ഉണ്ടാക്കുന്നുണ്ട്. അതിന് ഇതുപോലൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുക, ഇതുപോലെ ഹോൾ ഇട്ട് കൊടുക്കുക. 2 സൈഡിലും 2 ഹോൾ വീതം ഇട്ട് കൊടുത്തിട്ട് അതിന് ജസ്റ്റ് ഞാനൊരു റെഡല്ല, ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളർ, റെഡ് പേപ്പറൊക്കെ തീർന്നു പോയി. കാരണം ക്രാഫ്റ്റ് സീരീസ് ആണല്ലോ 15 ദിവസമായിട്ട്. അപ്പോൾ ഞാൻ ഇത് ഏകദേശം മാച്ചുള്ളതുകൊണ്ട് ഇതെടുത്തു. അതും വെച്ചിട്ട് ഹോളൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കവർ ഒന്ന് ഫുള്ള് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് കാർഡ്ബോർഡിനെ കവർ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഹോളിലൂടെ നമ്മൾ ഈ ത്രെഡൊന്ന് പാസ് ചെയ്തിട്ട് ഒന്ന് കെട്ടിക്കൊടുത്തതിന് ശേഷം അതൊന്ന് വാൾമിലേക്ക് സ്റ്റിക്ക് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മളെ റെയിൻഡിയറിനെയും അതുപോലെ നമ്മൾ സ്നോമാൻ ഷേക്കർ കാർഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ടേബിൾ മേക്ക് ഓവർ എന്നല്ല, ഞാൻ ചെയ്ത് വെച്ച എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് കാണണമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ച ഒരു വീഡിയോ കൂടി എടുക്കാം. അതിൽ എക്സ്ട്രാ കുറേ സാധനങ്ങൾ കണ്ടപ്പോൾ ഇതുപോലെ 2-3 സാധനങ്ങൾ കൂടി ഉണ്ടാക്കിയിട്ട് അതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അത്രയേ ഉള്ളൂ. വീഡിയോസിൻ്റെ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എൻ്റെ ചാനലിൽ കയറി ഷോർട്സ് കണ്ടൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതല്ലേ നമ്മളെ സന്തോഷം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ നമ്മളെ ടേബിൾ എങ്ങനെ ഉണ്ടെന്നും സജഷനിൽ പറയാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഹാങ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെയിൻഡിയറിനെയും സ്നോമാനൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ടേബിൾ മേക്ക് ഓവർ. സിമ്പിളാണ്, ഇങ്ങനെ പ്രത്യേകിച്ച് എക്സ്ട്രാ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം കുറേ ചെയ്തിട്ട് വെക്കാനിപ്പം ക്രിസ്മസ് കഴിയാറായല്ലോ, ഇനിയിപ്പോൾ നാളെ ക്രിസ്മസ് ആണ്. ഇനി നമ്മൾ ഈ ടേബിൾ മേക്ക് ഓവറൊക്കെ ചെയ്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ. തുടങ്ങുന്നതിന് മുമ്പ് 1 ഡിസംബറിലേ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ ഞാൻ ജസ്റ്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ടേബിളൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ചെയ്താണ്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പം ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ലോങ് വീഡിയോ ആയിട്ടും ഷോർട്ട് വീഡിയോ ആയിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.
പിന്നെ ഒരു കാര്യം മറന്നുപോയി, എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. ഓക്കെ, ബൈ.